എമോഷൻ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടാവുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏത് ഇഷ്യൂ ആണ് വോട്ടിനെ സ്വാധീനിക്കാൻ കഴിവുള്ളൂ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം ആദ്യത്തെ ക്രൈറ്റീരിയ. മണിശങ്കർ അയ്യർ പറഞ്ഞായിരുന്നു ചായ വയ്ക്കാൻ പോലും കൊള്ളാത്ത ഒരാളാണ് മോദി എന്ന്. ചായക്കച്ചവടക്കാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കുന്നതിലേക്ക് ആ ഇഷ്യൂസിനെ എങ്ങനെ എമോഷണലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു കാര്യം. അത് ജനത്തിന് ഷോർട്ട് ടേം മെമ്മറിയാവുള്ള പ്രതിസന്ധികൾ ഒരു ആയുധമായി മാറും. ആ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് നരേറ്റീവ് സൃഷ്ടിക്കാനും നമുക്ക് പറ്റും. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരാളുടെ ഇമേജ് ഇപ്പോൾ ഒരു ലോവർ ലെവലിൽ പോയെങ്കിൽ ആ ഇമേജ് കയറി വരാൻ അധികം സമയമൊന്നും വേണ്ട. പൊളിറ്റിക്കൽ പാർട്ടിക്ക് ലോഞ്ച് ചെയ്തിട്ട് അത് ബ്രീഡ് ചെയ്ത് വളരാനായിട്ടൊരു സമയം വേണമെന്നുള്ളതാണ്. റിലയൻസ്, വോൾട്ടാസ്, P&G, ഗോദ്രേജ്, പിന്നെ നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ നോക്കിയാൽ ഫ്രഷ് ടു ഹോം, സാന്റോ മോണിക്ക, യൂണിയൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അങ്ങനെ ഈ പറഞ്ഞ ബ്രാൻഡുകളുടെ ഒക്കെ ബ്രാൻഡിങ് ഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡൊമിനിക് സാവിയോ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. താങ്ക് യു, മൈ പ്ലേസർ. നമ്മളൊരു രാഷ്ട്രീയക്കാരനിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയക്കാരനെ വേണ്ട, നമുക്കൊരു കർണാടക എടുക്കാം. അവരെങ്ങനെയാണ് അവരുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു മകനെ ഉയർത്തിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ തമിഴ്നാട്ടിലാണ് വിജയ് നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ഇവരൊക്കെ എങ്ങനെയാണ് ഈ ബ്രാൻഡിങ്ങിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏജൻസികളെ എങ്ങനെയാണ് ഉപയോഗിക്കുക? അവരെ ഏജൻസികൾ ഉപയോഗിക്കുന്ന രണ്ട് രീതിയിൽ ഒരു ഏജൻസികൾ ഉപയോഗിക്കുക. ഒന്നൊരു പൊളിറ്റിക്കൽ കൺസൾട്ടൻസി ഉണ്ടാവും, പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടൻസി ഉണ്ടാവും. ഈ രണ്ടുപേരും ഇതിൻ്റെ ഭാഗമായി നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ബ്രാൻഡിനെ നമുക്ക് പോപ്പുലറായി. ഒരു പൊളിറ്റീഷ്യനെ നമ്മൾ സമൂഹത്തിലേക്ക് ഈ പൊളിറ്റിക്കൽ പ്രൊഡക്റ്റ് ഓൾവേസ് കംസ് വിത്ത് ഒത്തിരി ന്യൂനതകളുള്ളൊരു പ്രൊഡക്റ്റാണ് പൊളിറ്റിക്കൽ പ്രൊഡക്റ്റ്. ആൾക്കാർ ഒരു പൊളിറ്റിക്കൽ പ്രൊഡക്റ്റിനെ ഒരു 100% ഏറ്റവും നല്ല എന്ന് പറഞ്ഞല്ല സ്വീകരിക്കുന്നത്. പൊളിറ്റിക്കൽ പ്രൊഡക്റ്റിനെ ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ഡെഫിഷ്യൻസി ഉള്ളൊരു പ്രൊഡക്റ്റുമായിട്ടാണ് നിൽക്കുന്നത് മാർക്കറ്റിൽ. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ സ്വീകാര്യത നമ്മൾ നോക്കിക്കാണുകയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഫോമിലി പ്ലാൻ ചെയ്യും. ഇപ്പോൾ അതിന് ഇതിനൊരു അനലിറ്റിക്കൽ പാർട്ടുണ്ട്. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇതിലെപ്പോഴും നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് വാച്ച് ചെയ്ത് അതിനെ നമ്മൾ പൊളിറ്റിക്സിൽ എപ്പോഴും ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കും. ദർ ഇസ് നോ ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു ബ്രാൻഡ് പൊസിഷനിങ് ചെയ്തിട്ട് ഒരു ബ്രാൻഡിനെ വളർത്തുന്ന പോലെ പൊളിറ്റിക്സിൽ നമുക്കൊരിക്കലും വളർത്താൻ കഴിയില്ല. പൊളിറ്റിക്കലി അപ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നും അതിന് ഒരു അപ്പർ ഹാൻഡ് നമുക്ക് എങ്ങനെ ഓൺ ചെയ്യാൻ പറ്റുമെന്നും ക്യാമ്പയിനിലേക്ക് പോയി. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഇലക്ഷൻ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരൻ നേരിടുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഇപ്പം ഉണ്ടാകുന്ന ഇഷ്യൂസ് മാത്രമല്ല, നമുക്ക് സാധാരണ പറയുക ഒരു റീസൻസി ഇമ്പാക്റ്റ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കുള്ള ഒരു വിഷയമായിട്ട് നിൽക്കുന്നു. പക്ഷേ അതിനുമൊക്കെ അപ്പുറം ഒത്തിരി വിഷയങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ചർച്ചയാവും. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും അവർക്ക് അഡ്വാൻറ്റേജുള്ള ഒരേ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരും. അപ്പോൾ ചിലപ്പോൾ 10 വർഷം മുമ്പുള്ളതും 50 വർഷം മുമ്പുള്ള ഇഷ്യൂ ഒക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. കാരണം തെരഞ്ഞെടുപ്പിൽ ഒത്തിരി സബ് സെക്ടർ ഓഫ് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള, എക്കണോമിക് ബേസ്ഡ് ആയിട്ടുള്ള, ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നിരവധി ഇഷ്യൂസ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരും. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കൺസൾട്ടൻസി സംബന്ധിച്ചിടത്തോളം ഏത് ഇഷ്യൂ ആണ് വോട്ടിനെ സ്വാധീനിക്കാൻ കഴിവുള്ളൂ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം ആദ്യത്തെ ക്രൈറ്റീരിയ. അപ്പോൾ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാകും. നമ്മൾ 50-60 ഇഷ്യൂസൊക്കെ വരും. രാഷ്ട്രീയക്കാർ ഈ വിഷയങ്ങളെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ച ആൾക്കാർ അവരേത് വിഷയത്തെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കും, അവരുടേതായ രീതിയിൽ അതിനെ കളർ ചെയ്ത് ജനമധ്യത്തിൽ അവതരിപ്പിക്കും. പക്ഷേ ജനങ്ങൾ കമ്മ്യൂണിക്കേഷനെ സ്വീകരിക്കുകയും ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ ഏജൻസിയുടെ എക്സ്പെർട്ടൈസ് അതിൽ വരുന്നത്. ആ ഇഷ്യൂസിനെ എങ്ങനെയാണ് ഓരോ ജനങ്ങളെയും സ്വാധീനിക്കുക. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഇലക്ഷനെ സ്വാധീനിക്കാൻ, വോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാവുന്ന ഇഷ്യൂസ് എന്താണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യലാണ് ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ. എന്നിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ഇഷ്യൂ ഏതൊക്കെയാണ്, അതിന് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊപ്പഗൻഡയും പ്ലാനും ഒക്കെ ഉണ്ടാക്കലാണ് ഒരു മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിൻ്റെ പ്രഥമമായ ജോലി. അത് ഒപ്പം രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പിൽ ചില വിഷയങ്ങൾ നമുക്ക് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ ഇഗ്നോർ ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ, അപ്പോൾ അതിനൊരു പ്രോപ്പറായിട്ടൊരു ഇൻഡെപ്ത് ഒരു കമ്മ്യൂണിക്കേഷൻ അനാലിസിസും സ്റ്റഡിയും ഒത്തിരി റിസർച്ചും ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഇഷ്യൂവിനെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക. പലപ്പോഴും നമ്മൾ ഇവരുടെ പ്രസംഗങ്ങൾ വരെ ക്രാഫ്റ്റ് ചെയ്യുന്നതിലും എന്തൊക്കെ ഇഷ്യൂസ് സംസാരിക്കണം എന്നതിലും വരെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് തീരുമാനിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ മണിശങ്കർ അയ്യർ പറഞ്ഞായിരുന്നു ചായ വയ്ക്കാൻ പോലും കൊള്ളാത്ത ഒരാളാണ് മോദി എന്ന്. ആ ഇഷ്യൂ എങ്ങനെ അവരത് ചായപ്പേ ചർച്ചയാക്കി മാറ്റി ഒരു ചായക്കടക്കാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കുന്നതിൽ, അല്ലെങ്കിൽ ചായക്കച്ചവടക്കാരനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആക്കുന്നതിലേക്ക് ആ ഇഷ്യൂസിനെ എങ്ങനെ എമോഷണലൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഒരു കാര്യം. മറിച്ച് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിൽ, അതിന് മുമ്പത്തെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ നിതീഷ് കുമാർ, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ അന്ന് NDAയുടെ ഭാഗമല്ലായിരുന്നു.
അന്ന് NDAക്ക് വിരുദ്ധ ചേരിയിലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാഞ്ചാടി കളിക്കുന്ന ആളാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് DNA എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ അന്ന് പ്രതിപാദിച്ചു. പക്ഷേ ഈ ഒരു DNA അതാണ് ഇലക്ഷൻ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജികളുടെ എക്സ്പെർട്ട്. അന്ന് ആ DNA എന്നുള്ളൊരു വിഷയത്തെ എടുത്തിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മുടിയും നഖവും വെട്ടി അയച്ചത്. ഞങ്ങളുടെ അതൊരു ബീഹാറികൾക്കുള്ളൊരു ഇൻസൾട്ടായിട്ട് എടുത്തു. അതായത് ഞങ്ങളുടെ DNA ഒരു കുഴപ്പമില്ലെന്ന് നിങ്ങൾ പരിശോധിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ ജയിച്ച് കയറി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഇഷ്യൂസിനെ എങ്ങനെ ട്രിവലൈസ് ചെയ്യാം, ഇഷ്യൂസിനെ എങ്ങനെ നമുക്ക് ചിലപ്പോൾ ഒരാളുടെ പ്രസംഗത്തിൽ നിന്ന് അതിനെ എടുത്തിട്ട് നമുക്ക് എങ്ങനെയാക്കാം, ഇതെല്ലാം അഡ്വൈസ് ചെയ്യുകയും കൺസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിന് പിന്നിൽ ഇലക്ഷൻ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജികൾക്ക് വ്യക്തമായ റോളുണ്ട്. ഞാൻ പറഞ്ഞത് അതൊരു കമ്മ്യൂണിക്കേഷൻ ക്യാമ്പയിൻ ഉണ്ടാക്കുന്നതിന് മാത്രമല്ല, നേതാക്കളുടെ പ്രസംഗം ക്രാഫ്റ്റ് ചെയ്യുന്നതിലും ഓപ്പോസിഷനിലുള്ള ആൾക്കാർ പറയുന്നതിലും വാക്കുകളിലുള്ള വരെ സൂക്ഷ്മമായിട്ട് അതിനെ പരിശോധിച്ചിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതൊക്കെ ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് അതിന് ഒത്തിരി ടൂൾസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒക്കെ കുറേ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഒരു സിംഗിൾ മാനിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ മോദി 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 എന്നെ എല്ലായിടത്തും അതൊക്കെ ഒരു ബ്രാൻഡിങ്ങിന്റെ ഭാഗം അല്ല. അവരുടെ BJPയുടെ രീതി എന്ന് പറഞ്ഞാൽ അവർക്കൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട്. എല്ലാവർക്കും എല്ലാ സമയത്തുണ്ട്. അപ്പോൾ ചില കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധി ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ സ്റ്റാർഡം ഒരു പെർമനൻ്റ് അല്ല, ഒരു സൊല്യൂഷനല്ല. അപ്പോൾ സൂപ്പർ സ്റ്റാർഡം നമുക്ക് ഉള്ളപ്പോൾ എങ്ങനെ സൂപ്പർ സ്റ്റാറിന് ഉപയോഗിക്കണം? എല്ലായിടത്തും എല്ലാ മേഖലയിലും സൂപ്പർ സ്റ്റാർ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ ഗംഗാധരൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ല, ഡോക്ടർ ഫിലിപ്പേഴ്സ് അത് സൂപ്പർ സ്റ്റാർ ഇല്ലാത്ത ഹോസ്പിറ്റലുകളും ഇല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാ മേഖലകളിലും സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. അപ്പോൾ ഇന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം മോദി അവരുടെ ഏറ്റവും വലിയ സൂപ്പർ മെഗാ സ്റ്റാർ. അത് സൃഷ്ടിക്കപ്പെടുന്നതാണോ? അത് സൃഷ്ടിക്കപ്പെടണം, ഒബ്വിയസ്ലി സൃഷ്ടിക്കപ്പെടാം. അതാണ് ഇപ്പം പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു. അത് ഇതിൻ്റെ പുള്ളിയുടെ ഒരു ഇമേജ് എന്തായിരുന്നു? ഒരു മെർസനറി അല്ലേ, ഒരു ഘാതകൻ. അങ്ങനെ ഒരു ഇമേജറിയിൽ നിന്ന് ഈ ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തനായ ഒരു പൊളിറ്റീഷ്യനായിട്ട് അദ്ദേഹം മാറി. ലോകം ബിസിനസ് നിരോധിച്ചൊരു മനുഷ്യൻ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഏറ്റവും വലിയ സ്വീകാര്യനായ ഒരു ലോക നേതാവായിട്ട് മാറി. അപ്പോൾ ഇതെല്ലാം ട്രാൻസിഷനാണ്. എപ്പോഴും നമ്മൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്, ഒരു ഇമേജറി, നമുക്കൊരു ഇമേജ് ഒരാളുടെ വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ, ഒരു സിറ്റിയുടെ, ഒരു കമ്പനിയുടെ എല്ലാ ഇമേജ് എപ്പോഴും മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കുക. ആ ഇമേജ് കൺസിസ്റ്റൻ്റായിട്ട് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുന്നത്, ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രമായിരുന്നു ബ്രിട്ടൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രമായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിൻ്റെ നിറയിൽ ഒരു പൊട്ടാണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്നത് അല്ലേ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ടെക്നോളജിയിൽ മുൻപന്തിയിൽ നിന്നിരുന്ന രാജ്യമായിരുന്നു ജപ്പാൻ അല്ലേ. ഇപ്പോൾ പക്ഷേ ഒരു കാലഘട്ടത്തിൽ പിന്നെ രാജ്കുമാറിൻ്റെ സോങ് തന്നെ ഉണ്ട്, മേര ജൂത്ത ഹേ ജപ്പാനി. ഒരു ചെപ്പ് പോലും ഉണ്ടാക്കാൻ കഴിവില്ലാതിരുന്ന രാഷ്ട്രം പിന്നെ ഒരു നല്ല ഇലക്ട്രോണിക്സും മിനിയേച്ചർ ഗുഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി. ഇന്നത് പിന്നെ നമ്മുടെ ചൈന കൈയടക്കി. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനിലൂടെ വന്ന് ഹീറോയായി അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഇമേജറി വ്യക്തിയുടെ ആയാലും രാഷ്ട്രീയ നേതാവിൻ്റെ ആയാലും ഒരു സിറ്റിയുടെ ആയാലും എല്ലാവരുടെയും ഇമേജുകൾ മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ ചലഞ്ച് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഇമേജറി കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അതിന് നമ്മുടെ കൂട്ടത്തിൽ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇമേജ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എപ്പോഴും വേണം. അപ്പം നമ്മുടെ ഇമേജ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്ക് അഡ്വേഴ്സിറ്റികളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും. ഇപ്പോൾ രാഹുൽ വിഷയത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി. രാഹുലിൻ്റെ നല്ല ഗ്രാഫിൽ നിന്ന് രാഹുൽ പെട്ടെന്ന് താഴത്തേക്ക് പോയി. പക്ഷേ ഒരിക്കലും ഈ പ്രതിസന്ധികൾ നമ്മൾ ഒരു ആയുധമായി മാറും കുറച്ച് കഴിയുമ്പോൾ. ആ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനായിട്ട് നരേറ്റീവ് സൃഷ്ടിക്കാനും നമുക്ക് പറ്റും. നത്തിങ് ഈസ് പെർമനൻറ്റ്. ഇപ്പോൾ ഇതിനെല്ലാം ഇപ്പം നമുക്ക് നേരിട്ടൊരു പ്രതിസന്ധിയിൽ പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് ഭയങ്കരമായിട്ട് തകർന്നടിഞ്ഞ് താഴേക്ക് നിൽക്കണം. പക്ഷേ ഈ തകർന്ന് അടിഞ്ഞ ഇമേജിൽ നിന്ന് ആ ഇമേജ് വീണ്ടും നന്നായിട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ രാഹുലിനെ പോലെയുള്ള രാഹുൽ മാങ്കുട്ടത്തിനെ പോലെയുള്ള ഒരാളുടെ ഇമേജ് ഇപ്പോൾ ഒരു ലോവർ ലെവലിൽ പോയെങ്കിൽ ആ ഇമേജ് കയറി വരാൻ അധികം സമയമൊന്നും വേണ്ട. അത് ജനത്തിന് ഈ വെരി ഷോർട്ട് ടൈം മെമ്മറിയാണുള്ള. അപ്പോൾ അത് ആ കാലത്ത് ഒരു നരേറ്റീവാണ്. എല്ലാത്തിനും പിന്നിലൊരു നരേറ്റീവ് ഉണ്ട്. നമ്മളിങ്ങനെ ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഇമേജിൽ ഇന്ദിരാഗാന്ധി ജയിലിൽ പോയിട്ടില്ല, തിരിച്ച് വന്നിട്ടില്ല. പലപ്പോഴും നമ്മൾ ജയിലിൽ പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കരുത്തനായ നേതാവായിട്ട് മാറുന്നത്. ജയിൽ എല്ലാവരെയും നേതാക്കളാക്കും. ഇപ്പോൾ ഇമേജ് തന്നെ ഇപ്പോൾ ലാലു പ്രസാദ് യാദവിനെ ഫോട്ടോ സ്കാമിലകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ നരേറ്റീവ് പിന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു പബ്ലിസിറ്റി അല്ലേ, നെഗറ്റീവ് ആണ് പോസിറ്റീവ് ആണ്. അതിന്
പോസിറ്റീവ് ആക്കി മാറ്റുകയാണ് ബ്രാൻഡിങ്ങിലൂടെ. അതായത് എല്ലാത്തിൻ്റെ പിന്നിലൊരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, എല്ലാത്തിനും ഒരു നെറേറ്റീവ് ഉണ്ട്. ഇന്ത്യൻ പീപ്പിൾ ആർ എമോഷണൽ. നമ്മൾ സ്വാഭാവികമായിട്ട് എമോഷണൽ. ഒത്തിരി കഥകളുടെ പിന്നാലെ പോവുകയും ആ കഥകൾ കേട്ട് ആസ്വദിക്കുകയും അതിനേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു ജനതയാണ് ഇന്ത്യയിലുള്ള. പ്രത്യേകിച്ച് എമോഷൻ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടാവുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പോൾ ആൾക്കാർ എമോഷണലി ഭയങ്കര കൂടുതൽ ഒരു ഫങ്ഷണൽ സ്റ്റോറിയിലേക്ക് ആൾക്കാർ അധികം പോവില്ല. എമോഷണൽ സ്റ്റോറിയിലേക്ക് അല്ലെങ്കിൽ കൾച്ചറലി റൂട്ടഡ് സ്റ്റോറിയിലേക്ക് ആൾക്കാർ പെട്ടെന്ന് വരും. ഇപ്പം പൊളിറ്റിക്കൽ ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മുടെ ബീഹാറിലെ പ്രശാന്ത് കിഷോർ ആണെങ്കിൽ എല്ലാവർക്കും വേണ്ടിയും ക്യാമ്പയിൻസ് റൺ ചെയ്തു, പക്ഷെ അദ്ദേഹത്തിന് ജയിക്കാനായില്ല. അതെന്താണ് അതിൻ്റെ ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ സംഭവം എന്താണ്? അതായത് പ്രശാന്ത് കിഷോറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ എല്ലാ പൊളിറ്റിക്കൽ ബ്രാൻഡിനെയും പുള്ളി ഒരു കൈ സഹായിച്ചെന്നാണ് പുള്ളി അവകാശപ്പെടുന്നതും പുള്ളി ചെയ്തതും. അത് നമ്മുടെ മുന്നിലുണ്ട്. മോദിയെ 3ാം തവണ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുന്നതിലും അതിനുശേഷം ഡൽഹിയിൽ 7 റേസ് കോഴ്സിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കുന്നതിലും അതിനുശേഷം വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിക്ക് വേണ്ടിയായിട്ടാണെങ്കിലും നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സ്റ്റാലിനും പിന്നെ നമ്മുടെ ജഗ്മോഹൻ റെഡ്ഡിക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിലും അത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന് പഞ്ചാബിലും ഒക്കെ ഒത്തിരി പേർക്ക് ഒതുങ്ങി. അത് തന്നെയല്ല അദ്ദേഹം ഈ ഇന്ത്യയിൽ വിട്ടിട്ട് ആഫ്രിക്കയിൽ ചെന്നിട്ട് താൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തിലെ താൻസാനിയയിലെ ഓപ്പോസിഷന് വേണ്ടി പ്രവർത്തിച്ചു. അതായത് നമ്മൾ ഭാഷയും സംസ്കാരവും ഒന്നും അറിയാണ്ട് തന്നെ മറ്റൊരു രാജ്യത്തിൽ നിന്നിട്ട് അവിടുത്തെ താൻസാനിയയിലെ പ്രതിപക്ഷ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ആ പ്രതിപക്ഷ പാർട്ടിയെ വരെ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വലിയ ഇപ്പം നമ്മുടെ വിജയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലേ. പക്ഷേ ഇതിന് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്ത് ബാർബർമാരുണ്ട് അല്ലേ. ഇവർക്ക് എല്ലാവരെയും മുടി വെട്ടാൻ പറ്റും, ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും മുടി വെട്ടാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള സ്റ്റൈലിൽ മുടി. പക്ഷേ ഒരു ബാർബർക്ക് സ്വയം തലമുടി കുറിക്കാൻ പറ്റില്ല. അതാണ് യഥാർത്ഥത്തിൽ പ്രശാന്ത് കിഷോറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ BSP ബഹുജൻ സമാജ്വാദി പാർട്ടിയുണ്ട് മായാവതിയുടെ, അതിൻ്റെ ഫൗണ്ടറായിരുന്നുള്ള കൻഷീറാമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു പ്രസക്തമായ ഡയലോഗുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തോൽക്കാനുള്ളതാണ്, 2ാമത്തെ തെരഞ്ഞെടുപ്പ് തോൽപ്പിക്കാനുള്ളതാണ്, 3ാമത്തെ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ലോഞ്ച് ചെയ്തിട്ട് അത് ബ്രീഡ് ചെയ്ത് വളരാനായിട്ടൊരു സമയം വേണമെന്നുള്ളതാണ് കൻഷീറാം പറഞ്ഞത്. ആ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നമ്മൾ പ്രശാന്ത് കിഷോറിന് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഈ ഇലക്ഷൻ തോറ്റു, അടുത്ത ഇലക്ഷൻ അദ്ദേഹം പലരും തോൽപ്പിക്കും, 3ാമത്തെ ഇലക്ഷനിൽ അദ്ദേഹം ജയിച്ചു വരുമെന്ന് കരുതും.